താഷ്കന്തിലെ ഓൾഡ് സിറ്റിയുടെ ഹൃദയഭാഗത്ത് സിൽക്ക് റൂട്ടിന്റെ ചിരപുരാതന കഥകൾ കാതോർത്താൽ കേൾക്കാവുന്ന ഇടുങ്ങിയ ഇടവഴികൾക്കിടയിൽ ഉസ്ബെക്കിസ്ഥാന്റെ ആത്മീയ ചൈതന്യമായി ഹസ്രത്ത് ഇമാം കോംപ്ലക്സ്. ഖാസ് ഇമാം എന്നറിയപ്പെടുന്ന ഈ വാസ്തുവിദ്യാ വിസ്മയം 1966 അതിവിനാശകരമായ ഭൂകമ്പത്തെപ്പോലും അതിജീവിച്ച വിശ്വാസ സമുച്ചയമാണ്. ഒരു സഹസ്രാബ്ദത്തിലേറെയായി ആത്മീയതയുടെയും അറിവിന്റെയും കേന്ദ്രമായ ഹസ്രത്ത് ഇമാം കോംപ്ലക്സിൽ മൊയി മുബാറക് മദ്രസ, കഫോൽ ഷോഷി മുസോളിയം, ബരോക്സോൺ മദ്രസ, ഹസ്രത്ത് ഇമാം മോസ്ക്, തില്ല ഷെയ്ഖ് മോസ്ക്, ഇമാം അൽ ബുഖാരി ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ 2.5 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. മൊയി മുബാറക് മദ്രസ തിരുകേശത്തിന്റെ വിദ്യാലയമാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ മന്ദിരത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പവിത്രമായ ഒരു കേശം സൂക്ഷിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു മഹാനിധിയും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴയ ഖുറാൻ കയ്യെഴുത്തു പ്രതികളിൽ ഒന്നായ സമർഖണ്ഡ് കുഫി ഖുറാൻ അഥവാ ഉസ്മാൻ ഖുറാൻ ഇവിടെയുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഖലീഫ ഉസ്മാൻ ഉബനു അഫാന്റെ ഭരണകാലത്ത് മാൻതോലിൽ രചിക്കപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥം ഇന്നും ലോകത്തിലെ അത്യപൂർവ പൈതൃകങ്ങളിൽ ഒന്നായി യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ഹസ്രത്ത് ഇമാം കേവലം ഒരു ചരിത്ര സ്മാരകം മാത്രമല്ല, ഇത് സജീവമായ ഒരു വിജ്ഞാന കേന്ദ്രം കൂടിയാണ്. ഇവിടെയുള്ള ഖുറാൻ ആൻഡ് തജ്വീദ് ഡിപ്പാർട്ട്മെന്റ് ഖുറാന്റെ ആധികാരിക പഠന കേന്ദ്രമാണ്. തൊട്ടടുത്തു തന്നെ പ്രശസ്തമായ ഇമാം അൽ ബുഖാരി ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു. 1971 സ്ഥാപിതമായ ഈ വിദ്യാലയം മുൻ സോവിയറ്റ് യൂണിയനിലെ ഏക ഉന്നത ഇസ്ലാമിക് പഠന കേന്ദ്രമായിരുന്നു. പ്രധാന പള്ളിയുടെ എതിർവശത്തായി 16-ാം നൂറ്റാണ്ടിലെ ഷൈബാനിദ് കാലഘട്ടത്തിന്റെ പ്രതീകമായ ബരാഖാൻ മദ്രസ, മിർസോ ഉലൂഗ് ബെക്കിന്റെ ചെറുമകനായ നവറൂസ് അഷ്റഫ് ഖാനാണ് ഇത് നിർമ്മിച്ചത്. ഇതിന്റെ കവാടങ്ങളിലെ നീല താഴികക്കുടങ്ങളും സങ്കീർണമായ മൊസൈക് പാനലുകളും മധ്യേഷ്യൻ വാസ്തുവിദ്യയുടെ സവിശേഷതകളാണ്. ഒരു കാലത്ത് വിദ്യാർത്ഥികൾ തർക്കശാസ്ത്രവും നിയമസംഹിതകളും പഠിച്ചിരുന്ന ഈ മുറികൾ ഇന്ന് വർണ്ണാഭമായ കരകൗശല വിപണികളായി മാറിയിരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഇക്കാത്തു വസ്ത്രങ്ങൾ, മരത്തിൽ തീർത്ത കൊത്തുപണികൾ, ആഭരണങ്ങൾ എന്നിവ ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. പത്താം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ചിരുന്ന അബൂബക്കർ കഫാൽ ഷാഷി എന്ന പണ്ഡിതന്റെ പേരിലാണ് ഈ സമുച്ചയം. താഷ്കന്തിന്റെ പാലക പുണ്യവാളനായി അദ്ദേഹം കരുതപ്പെടുന്നു. 72 ഭാഷകൾ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്ന ഷാഷി പണ്ഡിത് അഗ്രേശ്വരനും കവിയും കൂടിയായിരുന്നു. കഫാൽ എന്നാൽ പൂട്ട് നിർമ്മാതാവ്, ലോക്ക് സ്മിത്ത് എന്നാണ് അർത്ഥം. അതിമനോഹരമായ പൂട്ടുകൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നുവത്രേ. അബൂബക്കർ കഫാൽ ഷാഷിയുടെ ഖബറിനടുത്തായി ഷെയ്ഖ് ഈഷോൺ ബാബോ ഖാൻ ഇബ്നു അബ്ദുൾ മജീദ് ഖാന്റെ സ്മാരകശില കാണാം. 1943 മധ്യേഷ്യയിലെ മുസ്ലിം ഭരണ സംവിധാനം പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഖാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ്. 2007 ഹസ്രത്ത് ഇമാം കോംപ്ലക്സിന്റെ കിരീടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഹസ്രത്ത് ഇമാം ജുമാ മസ്ജിദ് പണിതീർത്തത്. ആധുനിക നിർമ്മിതിയാണെങ്കിലും 16-ാം നൂറ്റാണ്ടിലെ വാസ്തുശൈലിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 53 മീറ്ററോളം ഉയരമുള്ള 2 മിനാരങ്ങൾ മസ്ജിദിനിരുവശവും താഷ്കന്തിന്റെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നു. ഈ മസ്ജിദിന്റെ വരാന്തയിൽ മനോഹരമായ കൊത്തുപണികളോടുകൂടിയ 20 തൂണുകളുണ്ട്. ഇതിനാവശ്യമായ ചന്ദനത്തടി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഉസ്ബെക്കിസ്ഥാനിലെ കോക്കന്ത്, സമർഖണ്ഡ്, ബുഖാറ എന്നിവിടങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ തീർത്ത അതിസൂക്ഷ്മമായ കൊത്തുപണികൾ ഇതിനെ ഒരനുപമ കലാസൃഷ്ടിയാക്കി മാറ്റുന്നു. മാൻതോലിലെ പുരാതന പവിത്രമായ ഖുറാൻ ആലേഖനങ്ങളിൽ നിന്ന് നിർമ്മാണസജ്ജമായ അത്യാധുനികമായ ഇസ്ലാമിക് സിവിലൈസേഷൻ സെന്ററിലേക്ക് നോക്കുമ്പോൾ ഹസ്രത്ത് ഇമാം താഷ്കന്തിന്റെ സാംസ്കാരിക ഈടുവയ്പിന്റെ
തിരുസാക്ഷ്യമായി മാറുന്നു. ആത്മീയതയും കലയും ചരിത്രവും സംഗമിക്കുന്ന ഈ ഇടം താഷ്കന്തിന്റെ നിത്യ തേജസ്സായി നിലകൊള്ളുന്നു.